വ്ളോഗ്സ് നിർത്തിയോ? കുറേ ആയല്ലോ വ്ളോഗ്സ് ഒന്നും ഇടാത്തേ. പെട്രോൾ പമ്പിൻ്റെ വീഡിയോ ഇനി ഇടണ്ട, നമുക്ക് വ്ളോഗ്സ് മതി, അതാ നമുക്ക് ഇഷ്ടം. അങ്ങനെയുള്ള കുറേ മെസ്സേജസ് ഞാൻ കണ്ടിരുന്നു കേട്ടോ. എന്ത് ചെയ്യാനാ, ഭയങ്കര ബിസിയാണെന്നേ, ഒന്നിനും ടൈം കിട്ടണില്ല. ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ വരെ കഷ്ടപ്പെട്ട് സമയം കണ്ടെത്തുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. സാരില്ല, ഈ സമയവും കടന്നു പോവും എന്നാണല്ലോ. അങ്ങനെ കഷ്ടപ്പെട്ട് സമയം കണ്ടെത്തിയിട്ട് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പടന്ന മാവില കടപ്പുറത്തുള്ള ടീ പാർക്കിലാണ് കേട്ടോ. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ആക്ച്വലി ഈ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, പക്ഷേ കുറേ ആയി ആഗ്രഹിക്കുന്നു ഒന്ന് വരണം. എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയല്ലേ, അപ്പോൾ അടുത്തൊരു സംഭവം ഉണ്ടായിട്ട് പോകാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ മോശമല്ലേ. പക്ഷേ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഇവിടെ വന്നതെങ്കിലും എനിക്ക് ഈ സംഗതി ഭയങ്കരമായിട്ട് അങ്ങോട്ട് പിടിച്ചു കേട്ടോ. നല്ല ഇഷ്ടമായി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി എന്താ ഫീൽ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഗോവയിൽ പോയിട്ടുള്ള ആളാണെങ്കിൽ ഗോവയിൽ കലങ്കോത്ത് ബീച്ചിൽ പോയിട്ട് എന്തായാലും ഉറപ്പായിട്ടും പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ വീക്കെൻഡിലും അല്ല വെക്കേഷൻ ടൈമിലും അല്ല, അതൊന്നും അല്ലാത്ത ഒരു നോർമൽ ഡേ നിങ്ങൾ ഗോവയിലുള്ള കലങ്കോത്ത് ബീച്ചിൽ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ മ്യൂസിക്കൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്തിട്ടുണ്ടാവും, മൊത്തം ലൈറ്റ്സ് ആയിരിക്കും അല്ലേ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങി കഴിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫീലല്ലേ അവിടെ. ആ ഒരു ഫീലാണ് കേട്ടോ ഈ ഒരു ചെറിയ സെറ്റപ്പിൽ എനിക്ക് കിട്ടിയത്. നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം. അങ്ങനെ വലിയ മെനു ഒന്നുമില്ല, ചെറിയ മെനു മാത്രമേ ഉള്ളൂ. നൂഡിൽസ്, ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നല്ല നാടൻ രീതിയിൽ കുക്ക് ചെയ്തതാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ, അങ്ങനെ ഒരു സെറ്റപ്പാണ്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു പ്ലേയിങ് ഏരിയ ഉണ്ട്, പിന്നെ ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാനുള്ള സ്പോട്ട് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ അവിടെ. ആക്ച്വലി എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ കടൽ തീരത്തൊക്കെ പോയിട്ട് വൈകുന്നേരങ്ങളിൽ പോയി ഇരിക്കുന്നത് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഈ ടീ പാർക്ക് നിൽക്കുന്ന സ്ഥലത്തുണ്ടല്ലോ, ഞാൻ മുമ്പൊക്കെ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പം ഞാനും എൻ്റെ ഉമ്മയും എല്ലാം ഒന്ന് ഇറങ്ങും. ഞങ്ങളിതാ ഈ ഒരു സ്പെസിഫിക് ഏരിയയിൽ വന്നിട്ട് കുറേ നേരം നമ്മളിങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് ഒരു 6-6:30 ആകുമ്പം എല്ലാം ഇവിടെ നിന്ന് പോവാറുണ്ട്. ആ സ്ഥലത്ത് ഇതാ ഇങ്ങനെ ഒരു അടിപൊളി സെറ്റപ്പ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇനിയും നീ അവിടത്തേക്ക് പോവോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഉറപ്പായും എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ പോയിരിക്കും. അപ്പോഴേ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും നേരം ഞാൻ വർണ്ണിച്ച പോലുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ സ്ഥലത്തേക്ക് വിട്ടോളൂ കേട്ടോ.